ഹലോ എവരിവൺ, വെൽക്കം ടു ദ 13th ഡിസൈപ്പിൾ. ഈ ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഡെയിലി തോട്ട്സ് ഷെയർ ചെയ്യാനായിട്ടാണ്. ഇത് പുതിയൊരു വർഷം വേണ്ട, ഇത് 2025 ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു ആരംഭത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ജെനസിസ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെനസിസ് 1 നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. നമ്മൾ ആദ്യത്തെ വാക്യം തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദ എർത്ത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എവല്യൂഷൻ്റെ തിയറീസൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും നമുക്കൊരു സോളിഡ് ആൻസർ കിട്ടുകയാണ്, ആരാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ ദൈവം തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. പിന്നീട് നമ്മൾ വരുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം അവിടെ വെളിച്ചം കൊടുത്തായിട്ട് നമുക്കവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്ത് ദൈവം ശരിക്കും പറഞ്ഞാൽ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റു നക്ഷത്രങ്ങളോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആ തേജസ്, ദൈവത്തിൻ്റെ ആ ഒരു മഹത്വമായിരുന്നു അവിടുത്തെ വെളിച്ചമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെളിച്ചം വരുന്നതിന് മുമ്പേ നമുക്കറിയാം അവിടെ ഒരു പാഴായിട്ട് ശൂന്യമായും കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ ഇരുളുണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം വന്നപ്പോൾ അവിടെ വലിയൊരു പ്രകാശം വരുവാനായിട്ട് ഇടയെത്തി തന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, പല ഇരുളേറിയ ഒരു അവസരങ്ങൾ വരുമ്പോൾ, ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ വരുന്ന അവസരം ഉണ്ടാകുമ്പോൾ അവിടെ വെളിച്ചം കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. അത് നമുക്ക് ആ ഒരു വാക്യത്തിൽ നമുക്ക് കണ്ടതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവം വെളിച്ചം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവിടെ പകലും രാത്രിയുമായിട്ട് ദൈവം സൃഷ്ടിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളത്. പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ പല സൃഷ്ടികളെ നോക്കുമ്പോൾ ദൈവം അതിനെല്ലാം വളരെ നല്ലത് എന്ന് പറയാൻ ഇടയായി തീർന്നു. ഗോഡ് സെഡ് ഇറ്റ് വാസ് ഗുഡ്. ഓരോ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ഗോഡ് സെഡ് ഇറ്റ് വാസ് ഗുഡ്. അതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടികളൊക്കെയും വളരെ നല്ലതാണ്. നമ്മൾക്കതിനെ ഒന്നും ചെറുതായി കാണുവാനായിട്ടോ അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നിനേക്കാൾ കുറവാണെന്നോ അല്ലെങ്കിൽ മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്നോ ഒന്നും പറയാൻ ശരിക്കും നമ്മൾ പാടില്ല. കാരണം ദൈവം ഓരോ സൃഷ്ടിയും ദൈവം സൃഷ്ടിച്ചപ്പോഴും ദൈവം പറഞ്ഞു ഇറ്റ് വാസ് ഗുഡ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും നമ്മളത് വില കുറച്ച് കാണാനിടയായിത്തീരരുത്. ചെറിയ ഉറുമ്പാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഈ തീരെ ചെറുതല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്നാൽ പോലും അതിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞത് ഇറ്റ് വാസ് ഗുഡ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളൊക്കെയും വളരെ ഗുഡാണ്. അതുകൊണ്ട് ഒന്ന് ബ്യൂട്ടിഫുൾ ആണെന്നും ഒന്ന് ബ്യൂട്ടിഫുൾ അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബ്യൂട്ടി ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നീട് മറ്റൊരു പോയിന്റ് നമുക്ക് നോക്കുമ്പോൾ ദൈവം എല്ലാ സൃഷ്ടികളെയും മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ സൃഷ്ടികളും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അത് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ദൈവം എങ്ങനെയായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം തൻ്റെ സ്വന്തം രൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിലൂടെ ദൈവം മനുഷ്യനെ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം മറ്റ് സൃഷ്ടികളെ സ്നേഹിച്ചു എങ്കിൽ കൂടി ദൈവം മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം രൂപത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ അപ്പിയറൻസ്, ദൈവത്തിൻ്റെ രൂപം എങ്ങനെയാണോ അതുപോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന് മുൻപിൽ മനുഷ്യൻ എന്ത് സ്പെഷ്യലാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ ശ്വാസം ലഭിക്കാനിടയായി തീർന്നത്. ഈ മനുഷ്യനാണ് ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, ആ ഇമോഷൻ, അങ്ങനെ പല ഇമോഷൻസ് ദൈവം കൊടുത്തത് മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രിയേഷൻ തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പല സൃഷ്ടികളെ വെച്ച് നോക്കുമ്പോഴും മനുഷ്യൻ ഒന്നുമല്ല, വെറും വീക്കാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മളെപ്പോഴും ഹമ്പിളായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്.
നമ്മളെ സൃഷ്ടിച്ച വിധങ്ങൾ നോക്കുമ്പോൾ ദൈവം നമ്മളെല്ലാത്തിൻ്റെയും മുകളിൽ മനുഷ്യനെ അധികാരിയാക്കിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴൊക്കെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു അഹങ്കാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പല സൃഷ്ടികളെയും നോക്കുമ്പോൾ മനുഷ്യൻ വീക്കാണ്, വളരെ വീക്കാണ്. പല സൃഷ്ടികളുടെ വലിപ്പം നോക്കുമ്പോൾ മനുഷ്യൻ ചെറുതാണ്. പക്ഷെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ സ്പെഷ്യലാണെങ്കിൽ പോലും നമ്മൾ ഹമ്പിളായിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ഈ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ നിഗളിക്കുന്ന വ്യക്തികളായിട്ടല്ല, നമ്മൾ അർഗൻ്റായിട്ടുള്ള വ്യക്തികളായിട്ടല്ല, പകരം നമ്മൾ ഹമ്പിളായിട്ടുള്ള ഒരു സ്റ്റാർട്ട് നമുക്ക് തുടങ്ങുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.